തെമ്മാടി ഭാഗം 2. ഗൗരിക്കാണെങ്കിൽ ആകെ കൂടി ഒരേയൊരു പ്രാർത്ഥന മാത്രം, തൻ്റെ ദേവേട്ടൻ്റെ സ്വന്തം ആകണേന്ന്. നിറമിഴികളോടുകൂടി ദേവിയെ ധ്യാനിക്കുകയാണവൾ. അവളുടെ ഓരോ രോമകൂപങ്ങൾ പോലും എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഒരിക്കലും അത് നടക്കില്ലെന്ന് മനസ്സിലെവിടെയോ ആരോ മന്ത്രിക്കുന്നു. ഇല്ല, ഞാൻ ദേവേട്ടൻ്റെയാ, ദേവേട്ടൻ്റെ മാത്രം. എൻ്റെ സ്വന്തമാണ് ദേവേട്ടൻ, ഈ ഗൗരിയുടെ സ്വന്തം. അവൾ മനമുരുകി കേണു. ഉണ്ണിമയാണെങ്കിൽ അവളുടെ അപ്പുവേട്ടൻ എത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടി പ്രാർത്ഥിച്ചു. അവൾ ആകെ സന്തോഷത്തിലാണ്. കാരണം കുറച്ചു മുന്നേ വിളിച്ചപ്പോൾ അപ്പുവേട്ടൻ പറഞ്ഞു ലീവിന് അപേക്ഷ വെച്ചു, ഉടനെ വരാൻ മാക്സിമം നോക്കാന്ന്. അങ്ങനെ ഏട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ തങ്ങളുടെ വിവാഹമാണ്. അത് ഓർക്കും തോറും അവളുടെ മനസ്സ് നിറയെ അവനോടുള്ള പ്രണയം തുളുമ്പി നിന്നു. അങ്ങനെ ആ വെള്ളിയാഴ്ചയിലെയും പൂജ കഴിഞ്ഞു. നിറഞ്ഞ മനസ്സോടെ എല്ലാവരും പിരിഞ്ഞു പോകുകയാണ്. ക്ഷേത്രത്തിൽ നിന്നിറങ്ങുമ്പോൾ നേരെ 7:45. ഉണ്ണി, ദേവേട്ടൻ വരുമോടി പെണ്ണെ? ഗൗരി മെല്ലെ ചോദിച്ചു. അറിയില്ല, ഒന്ന് വിളിച്ചു നോക്കാം. ഉണ്ണി ഫോണെടുത്ത് അവനെ വിളിച്ചു. പക്ഷെ അവൻ എടുത്തില്ല. എടി, അച്ഛനെ വിളിച്ചു നോക്കട്ടെ, അല്ലാണ്ട് ഏട്ടൻ വരുമെന്ന് തോന്നുന്നില്ല. ആ വിളിക്ക്. ഉണ്ണിമായ അവളുടെ അച്ഛൻ്റെ നമ്പർ ഡയൽ ചെയ്തപ്പോൾ ദേവൻ്റെ കോൾ വന്നു. ആ ഏട്ടൻ വിളിക്കണ്ട്. ഉണ്ണിമായ സന്തോഷത്തോടെ കോൾ അറ്റൻഡ് ചെയ്തു. ആ, ഇങ്ങോട്ട് പോരെ, ഞാനീ വെളിയിലുണ്ട്. ദേവൻ പറയുന്നത് ഉണ്ണിമയുടെ അരികിൽ നിന്ന് ഗൗരിയും കേട്ടു. ഉണ്ണിമയോടൊപ്പം ഗൗരിയും ആൽത്തറയുടെ അടുത്തേക്ക് നടന്നു. നിറയെ ആളുകൾ തിക്കിത്തിരക്കി വരുന്നുണ്ട്. അവരുടെ ഇടയിലൂടെ ഇവരും നുഴഞ്ഞുപോയി. ഉണ്ണി കാണും മുന്നേ തന്നെ ഗൗരി തൻ്റെ ദേവേട്ടനെ കണ്ടിരുന്നു. അവളുടെ മിഴികൾ തിളങ്ങി. ഒരു ഐസ്ക്രീം നുണഞ്ഞുകൊണ്ട് നിൽക്കുകയാണവൻ. ഏട്ടനെ കണ്ടോടി? ഉണ്ണി ചോദിച്ചു. ദോ അവിടെ നിപ്പുണ്ട്. ഗൗരി വിരൽ ചൂണ്ടി. ദേവേട്ട, ഞങ്ങൾക്ക് ഒരു ഐസ്ക്രീം മേടിച്ചു തന്നേ, ഒറ്റയ്ക്ക് കഴിക്കുമല്ലേ? ഉണ്ണി അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് അല്പം ഉച്ചത്തിൽ പറഞ്ഞു. എന്തൊരാവിയാണോ, ചൂടെടുത്ത് നിൽക്കാൻ പോലും വയ്യായിരുന്നു. അവൾ തന്നെത്താനെ പിന്നെയും പറഞ്ഞു. നിനക്കൊക്കെ വീട്ടിലിരുന്ന പോരായിരുന്നോ? ഓരോ കൂത്തും കൊണ്ട് ഇറങ്ങിയേക്കുന്നു. ആരെങ്കിലും നിർബന്ധിച്ച് വിട്ടിട്ട് എന്നാ ഫലം കിട്ടാനാ രണ്ടിനും? അവൻ ഉണ്ണിയെ വഴക്കു പറഞ്ഞപ്പോൾ ഗൗരിയുടെ മുഖം താന്നു. രണ്ടാൾക്കും ഐസ്ക്രീം വാങ്ങിക്കൊടുത്തത് ദേവനാണ്. ദേവൻ? പെട്ടെന്നായിരുന്നു ആരോ പിന്നിൽ നിന്ന് ദേവനെ വിളിച്ചത്. മൂവരും ഒരുപോലെ തിരിഞ്ഞു നോക്കി. സെറ്റുമുണ്ടൊക്കെ ഉടുത്ത് ഒരു സുന്ദരിയായ പെൺകുട്ടി. ദേവന്റെ അരികിലേക്ക് അവൾ വന്നപ്പോൾ ആ മുഖം നന്നായി ഒന്ന് തെളിഞ്ഞു. അനു, താനെന്താ ഇവിടെ? ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് നമ്മുടെ കവലമുക്കിലാണ്. അച്ഛന് സ്ഥലം മാറ്റം. ആ പെൺകുട്ടി അവനെ നോക്കി മറുപടി പറഞ്ഞു. ഇവരൊക്കെ എൻ്റെ അനുജത്തിയും അമ്മാവൻ്റെ മകളുമാണ്. അവൻ രണ്ടാളെയും അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഉണ്ണി, ഇത് അനാമിക. ഞങ്ങൾ ഒരുമിച്ച് PG ചെയ്തതാണ്. അവൻ പറഞ്ഞപ്പോൾ ഉണ്ണിമായ അവളെ ഒന്ന് ചിരിച്ചു കാണിച്ചു. എന്തു ചെയ്യുന്നു? ഞങ്ങൾ PG കഴിഞ്ഞേ ഉള്ളൂ. ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ? ഓവ്, കാനറ ബാങ്കിൽ ദേവന്റെ ബ്രാഞ്ചിലാണ്. അവൾ അത് പറയുമ്പോൾ ഗൗരിയുടെ മുഖം ഇരുണ്ടു. ഉണ്ണിമായി എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഗൗരി മൗനം പാലിച്ചു. അവൾക്ക് കൂടുതലൊന്നും ചോദിക്കാൻ തോന്നിയില്ല എന്നതാണ് സത്യം. ഉള്ളിൻ്റെ ഉള്ളിൽ അപ്പോഴും അനാമികയും ദേവേട്ടനും തമ്മിലുള്ള സംസാരവും ചിരിയും മാത്രമായിരുന്നു. ഇങ്ങനെയൊക്കെ ചിരിച്ച് സംസാരിക്കാൻ ദേവേട്ടൻ അറിയാലോ. എന്നിട്ട് തന്നെ കാണുമ്പോൾ കൊല്ലാനുള്ള ദേഷ്യവും. എന്തേലും ചോദിച്ചാൽ പോലും മറുപടി പറയില്ല. അഥവാ പറഞ്ഞാൽ തന്നെ അതിലെന്തെങ്കിലും പരിഹാസം കലർന്നിരിക്കും. ഗൗരി, നീ വരുന്നില്ലേ? ഉണ്ണി കൈത്തണ്ടേ പിടിച്ചപ്പോൾ അമ്മുവിന് ബോധം പോലും വന്നു. നോക്കിയപ്പോൾ അനാമിക യാത്ര പറഞ്ഞു പോയിരിക്കുന്നു. കൂറിപ്പിച്ച ചുണ്ടോടുകൂടി ഉണ്ണിയോടൊപ്പം ഗൗരിയും നടന്നു നീങ്ങി. ആ ചേച്ചി നമ്മുടെ ദേവേട്ടന് നന്നായി ചേരും. നമുക്കൊന്ന് ആലോചിച്ചാലോ ഏട്ടാ? രണ്ടാൾക്കും ജോലിയുണ്ട്, കാണാനും തിരക്കേടില്ല. നമ്മുടെ അടുത്ത് തന്നെയാണല്ലോ താമസവും. ഉണ്ണിമായ അനാമികയെപ്പറ്റി വാചാലയായി. ഗൗരി മാത്രം ഒന്നും പറയാതെ അവരുടെ കൂടെ നടന്നു. ദേവേട്ട, ഏട്ടന് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് നോക്കിയാലോ? ഉണ്ണി പിന്നെയും ചോദിച്ചു. നിനക്ക് വേറെ പണിയൊന്നുമില്ല ഉണ്ണി, മിണ്ടാതെ വരാൻ നോക്ക്. അവൻ ശബ്ദം ഉയർത്തി. അതല്ല ദേവേട്ട, ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. അപ്പോട്ടൻ താമസിയാതെ വരും. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ കല്യാണം കാണുമല്ലോ. ആ ഒപ്പം ദേവേട്ടൻ്റെ കൂടി നടത്തായിരുന്നു.
എൻ്റെ ആഗ്രഹമാണ്. പ്ലീസ് ദേവേട്ട. അവൾ അവൻ്റെ കൈത്തണ്ടയിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് പറയുകയാണ്. നീ മേടിക്കും കേട്ടോ ഉണ്ണി. പറഞ്ഞത് എങ്ങടാ പോണേ? അവൻ അവളെ വീണ്ടും ശാസിച്ചു. അപ്പോഴേക്കും അരുണിൻ്റെ ഓട്ടോറിക്ഷ വന്നു. ഓ ഭാഗ്യം, നടക്കാതെ രക്ഷപ്പെടാം. ഉണ്ണിമയാണ് അപ്പോഴും ഓട്ടോയിലേക്ക് ചാടിക്കയറിയത്. ഞാൻ ലാസ്റ്റല്ലേ കയറുന്നേ, ദേവേട്ടൻ കയറിക്കോളൂ, ഗൗരി സാവധാനം പറഞ്ഞു. അത് നീയാണ് തീരുമാനിക്കുന്നത്. കയറടി അങ്ങോട്ട്. ദൈവം വഴക്ക് പറഞ്ഞതും ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു. വഴിവെക്കിലെ ആ അരണ്ട വെളിച്ചത്തിൽ ഗൗരി അവനെ സൂക്ഷിച്ചു നോക്കി. എന്നിട്ടൊന്നും പറയാതെ ഓട്ടോയിലേക്ക് കയറി. അരുണിനോട് കത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ണിമായ. ഗൗരിക്ക് ശരിക്കും സങ്കടം വന്നിട്ട് നെഞ്ചൊക്കെ വിങ്ങി പൊട്ടി നിൽക്കുകയാണ്. തന്നോട് മാത്രം ദേവേട്ടൻ എന്താ ഇങ്ങനെ? അതിനു മാത്രം എന്തെങ്കിലും ദ്രോഹം താൻ ദേവേട്ടനോട് ചെയ്തിട്ടുണ്ടോ? കുറച്ചു മുന്നേ കണ്ടവളോട് എന്തൊക്കെ സംസാരമായിരുന്നു ഓർത്തുകൊണ്ട് ഗൗരി അനങ്ങാതെ ഇരുന്നു. ഉണ്ണിമയ്ക്കും ദേവനും ഇറങ്ങേണ്ട സ്ഥലമെത്തിയപ്പോൾ അരുൺ ഓട്ടോ ഒതുക്കി നിർത്തി. എടാ അരുണേ, ഒരു 5 മിനിറ്റ്, ഞാൻ ഇവളെ വീട്ടിലൊന്നാക്കിയിട്ട് ഇപ്പോൾ വരാം. ദേവേട്ടൻ ഇനി കവലയ്ക്ക് പോകുന്നുണ്ടോ? അരുൺ ചോദിച്ചു. ഇല്ലടാ, ഗൗരിയെ കൊണ്ടുവിടണം, അവൻ പറയുകയും അവളുടെ മുഖം ഒന്ന് പ്രകാശിച്ചു. അത് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ദേവൻ ഉണ്ണിമായും കൂട്ടി വീട്ടിലേക്ക് നടന്നു. ഗൗരി, ചെന്നിട്ട് വിളിക്കുക കേട്ടോ, ഉണ്ണി വിളിച്ചു പറഞ്ഞു. എല്ലാവരോടും വളരെ ഫ്രണ്ട്ലിയാണ് ഉണ്ണി. ആർക്കും അവളോട് ഇഷ്ടം തോന്നുന്ന ടൈപ്പ് സ്വഭാവം. എന്നാൽ ഗൗരി നേരെ വിപരീതമാണ്. ഒരു പതുങ്ങിയ സ്വഭാവപ്രകൃതമാണ് അവളുടേത്. എന്നാൽ അവൾക്ക് വാനോപ്പിച്ച് ഒരുപാട് ഇഷ്ടമാണ്. അവരുടെ പിന്നാലെ ഓരോരോ സംശയം ചോദിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഉണ്ണിമായി കളിയാക്കും. നഴ്സറി സ്കൂളിലെ പിള്ളേരെ പോലെ അമ്മയുടെ സാരിത്തുമ്പിലാണ് ഇപ്പോഴുമെന്ന് പറയും. ഉണ്ണിമായി ആക്കിയ ശേഷം ദേവൻ മടങ്ങി വരുന്നത് കണ്ടപ്പോൾ ഗൗരിയുടെ ഹൃദയം തുടികൊട്ടി. സ്നേഹമൊക്കെ ഉണ്ട്, കൊച്ചു ഗള്ളൻ, അവൾ ഊറി ചിരിച്ചു. ദേവൻ വന്നിട്ട് അവളുടെ അടുത്തേക്ക് കയറിയിരുന്നതും ഓട്ടോ മുന്നോട്ട് നീങ്ങി. അപ്പു വിളിച്ചായിരുന്നോടി? ഇടയ്ക്ക് അവൻ ചോദിച്ചു. അതും എന്തേലും ചോദിക്കണമല്ലോ എന്നോർത്തുകൊണ്ട്. ആ വിളിച്ചു, ദേവേട്ടനെ വിളിക്കാറില്ലേ? അവൾ തിരിച്ചു ചോദിച്ചു. ഇടയ്ക്കൊക്കെ, പറഞ്ഞുകൊണ്ട് അവൻ വെളിയിലേക്ക് നോക്കിയിരുന്നു. എന്തൊരു ജാടയാ, ആരെ കാണിക്കാനാ? ഗൗരി പിറുപിറുത്തു. നീ എന്തേലും പറഞ്ഞോ? അവൻ മുഖം തിരിച്ച് അവളെ നോക്കി. ഞാനൊന്നും പറഞ്ഞില്ല, ദേവേട്ടന് തോന്നിയതാവും. അവൾ പിറുപിറുത്തു. അവനൊന്നു മൂളി. അപ്പോഴേക്കും അരുണിൻ്റെ ഫോണിൽ ഒരു കോൾ വന്നു. വണ്ടി ഒന്ന് സ്ലോ ചെയ്തിട്ട് അവൻ കോൾ അറ്റൻഡ് ചെയ്തു. ഏതോ ഒരു ഓട്ടം വന്നതാണെന്ന് ദേവന് മനസ്സിലായി. എന്താടാ, ആരാ വിളിച്ചേ? ദേവൻ അല്പം ഉച്ചത്തിൽ ചോദിച്ചു. അത് പിന്നെ ദേവേട്ടാ, കിച്ചു ആയിരുന്നു. അവൻ്റെ അമ്മയൊക്കെ അമ്പലത്തിനടുത്ത് നിൽപ്പുണ്ട്. അവർക്ക് വണ്ടിയൊന്നും കിട്ടിയില്ല. എന്നാ പിന്നെ നീ ഇവിടെ ഒതുക്കിക്കോ, 10-15 മിനിറ്റ് നടന്നാൽ പോരെ, ഞങ്ങൾ ഇറങ്ങിക്കോളാം. ദേവനത് പറയുകയും ഗൗരിയുടെ ഉള്ളിലൊരു പ്രണയമഴയായിരുന്നു. അത് കുഴപ്പമില്ല ദേവേട്ടാ, ഞാൻ നിങ്ങളെ വീട്ടിലാക്കിയിട്ട് പോയിക്കോളാം. സാരമില്ലടാ, നീ വണ്ടി നിർത്തിക്കോ, വെറുതെ ഒരു ഓട്ടം കളയണ്ട. ദേവൻ പിന്നെയും പറഞ്ഞപ്പോൾ അരുൺ വണ്ടി ഒതുക്കി നിർത്തി. തൻ്റെ പോക്കറ്റിൽ നിന്നും 50 രൂപ എടുത്ത് അരുണിൻ്റെ കയ്യിലേക്ക് ദേവൻ കൊടുത്തു. ഇതൊന്നും വേണ്ട ദേവേട്ടാ, ഞാൻ വീട്ടിലേക്ക് വന്നതല്ലേ, അല്ലാണ്ട് ഓട്ടം വിളിച്ചിട്ടൊന്നും അല്ലല്ലോ. ആ ഇരിക്കട്ടടാ. അവൻ്റെ തോളത്ത് ഒന്ന് തട്ടിയ ശേഷം ദേവൻ തിരിഞ്ഞ് ഗൗരിയെ നോക്കി. അവളാണെങ്കിൽ അതീവ സന്തോഷത്തിലാണ്. അരുൺ ഓട്ടോ വട്ടം തിരിച്ചു പോയപ്പോൾ ദേവൻ തൻ്റെ പോക്കറ്റിൽ നിന്നും ഫോണെടുത്ത് ടോർച്ച് തെളിച്ചു. ആ അനാമിക ആളെങ്ങനാ ദേവേട്ടാ? പെട്ടെന്നായിരുന്നു ഗൗരി ചോദിച്ചത്. എന്താ? ദേവനൊന്നും മനസ്സിലായില്ല. അല്ല, അവൾക്ക് ദേവേട്ടനെ കാണുമ്പോൾ എന്താണിത്ര ഇളക്കം? പെട്ടെന്ന് ദേവൻ ഗൗരിയുടെ മുഖത്തേക്ക് നോക്കി. നീ എന്താ ഉദ്ദേശിച്ചത്? ദേവേട്ടന് അത്യാവശ്യം വിവരവും ബുദ്ധിയൊക്കെയുള്ള ആളല്ലേ. അവൾക്ക് ദേവേട്ടനെ കണ്ടപ്പോൾ ഇത്തിരി ഒലിപ്പേര് കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അവൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകയാണ്. പിന്നെ അവൾക്ക് എന്നോട് എന്തെങ്കിലും ഇഷ്ടം അത് കൂടുതലുണ്ടെങ്കിൽ തന്നെ എൻ്റെ കുഴപ്പമല്ല. പെൺകുട്ടികൾക്ക് സ്വന്തമായി തീരുമാനമെടുക്കേണ്ട പ്രായമാകുമ്പോൾ ഇങ്ങനെയൊക്കെ ചില ഇഷ്ടങ്ങൾ തോന്നും എന്ന് കരുതി അനാമിക അങ്ങനെയുള്ളൊരു പെൺകുട്ടിയാണെന്നും ഞാൻ പറയുന്നില്ല. നിന്റെ വ്യാഖ്യാനം കൂടിപ്പോയതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ.
ദേവൻ ഗൗരവത്തിൽ മറുപടി പറഞ്ഞപ്പോൾ ഗൗരി അവനെ നോക്കി. അല്ല, ഉണ്ണിമായ്ക്ക് അവളോടൊരു ചായവുണ്ട്. ഇന്ന് തന്നെ ഈ കാര്യങ്ങൾ അവൾ അപ്പച്ചോടും പറയും. പറയട്ടെ, അതിന് നിനക്കെന്താ ഗൗരി? ദേവേട്ടനൊന്നും അറിയില്ലല്ലേ? അവൾ പെട്ടെന്ന് നിന്നെടുത്ത് നിന്നു. ഇല്ല, പ്രത്യേകിച്ചൊന്നും അറിയില്ല. അവൻ തിരിഞ്ഞവളെ നോക്കിയപ്പോൾ ആ മിഴികൾ നിറഞ്ഞു തുളുമ്പി. നീ വരുന്നുണ്ടോ ഗൗരി? അവൻ ഗൗരിയെ നോക്കി ശബ്ദം ഉയർത്തി. എനിക്ക് ദേവേട്ടനെ ഇഷ്ടമാണ്. ഒരുപാട് ഒരുപാട് ഇഷ്ടം. ഞാൻ കരുതിയത് ദേവേട്ടന് അതറിയാമെന്നാണ്. വിതുമ്പിക്കൊണ്ട് പറയുകയാണ് ഗൗരി. എവിടെ നോക്കിയടി നടക്കുന്നേ? ഇപ്പൊ വണ്ടി വന്ന് തട്ടിയനെ. ദേവൻ കൈത്തണ്ടി പിടിച്ചു വലിക്കുമ്പോഴാണ് ഗൗരി സ്വബോധത്തെ വന്നത്. ഈശ്വര, അപ്പോ ഒക്കെ വെറുതെ മോഹങ്ങളായിരുന്നോ? കഷ്ടം. അവൾ ദേവന്റെ മുഖത്തേക്ക് നോക്കി. ഇനിയെന്താ നിന്റെ പ്ലാന്? ജോലി നോക്കാനാണോ അതോ? അവൻ ചോദിച്ചു. PSC ടെസ്റ്റ് ഒരെണ്ണം വരുന്നുണ്ട്. അതിനെ ട്രൈ ചെയ്യുക. ജോലി കിട്ടിയാൽ നന്നായിരുന്നു, പതിയെ അവൾ പറഞ്ഞു. ഫോൺ റിങ് ചെയ്തപ്പോൾ ഗൗരി അത് എടുത്തു നോക്കി. അമ്മയാണ്. ഹലോ, ആ അമ്മേ, ഞാൻ വരുവാ. ദേവേട്ടനുണ്ട്. ഇല്ലില്ല, പെട്ടെന്ന് വരും. അവൾ ഫോൺ കട്ട് ചെയ്തു. അനാമിക നല്ല കുട്ടിയാണ് അല്ലേ ദേവേട്ട? ഉണ്ണിക്ക് വലിയ ഇഷ്ടായി. അവൻ്റെ മനസ്സറിയണേ? ഗൗരി ചോദിച്ചു. പാവാ. എത്ര നാളായി ദേവേട്ടൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? കുറച്ചായി. എന്തേ? ഒന്നുമില്ല, വെറുതെ ചോദിച്ചതാ. അവൻ മൂളി. ഇഷ്ടാണോ? പിന്നെയും അവൾ ചോദിച്ചു. എന്താ? അല്ല, ഇഷ്ടാണോന്ന്. ആരെ? എന്നെയോ അതോ അനാമികയോ? ഉള്ളിൽ ഒരുപാട് പേടി തോന്നിയെങ്കിലും അവൾ ചോദിച്ചു പോയി. അനാമികയെ. പെട്ടെന്നായിരുന്നു അവൻ്റെ മറുപടി. പിന്നീടൊരക്ഷരം പോലും ഉരിയാടാതെ ഗൗരി മുന്നോട്ട് നോക്കി നടന്നു. ദേവേട്ടന് അനാമികയോട് ഇഷ്ടമാണെന്ന് ആ നാവിൽ നിന്നും പറഞ്ഞപ്പോൾ ഗൗരി ആകെ തകർന്നു പോയിരുന്നു. അത്ര നേരം വളരെ സന്തോഷത്തോടെ അവനോടൊപ്പം നടന്നു വന്നതാണ്. എന്നിട്ട് പെട്ടെന്നങ്ങനെ കേട്ടപ്പോൾ പാവത്തിൻ്റെ മിഴികൾ നിറഞ്ഞു. ആ ഇരുട്ടിലൂടെ അവളുടെ മിഴികൾ കണ്ണീരിനാൽ തിളങ്ങിയത് അവൻ കണ്ടതുമില്ല. തികട്ടി വന്ന സങ്കടത്തെ ഉള്ളിലടക്കി പാവം ഗൗരി മുന്നോട്ട് നടന്നു പോകുകയാണ്. നീ നാളെ കല്യാണത്തിന് പോകുന്നുണ്ടോ? അല്പം മുന്നോട്ട് നടന്ന ശേഷം ദേവൻ ചോദിച്ചു. ഗൗരി ഒന്നും മൂളി. എപ്പോഴാ? അറിയില്ല, ഉണ്ണിയെ വിളിക്കാനാ പറഞ്ഞേ. ദേവേട്ടൻ വരുന്നുണ്ടോ? ഇല്ല, എനിക്ക് ബാങ്കിൽ പോകണം. അവൾ ഒന്നു മൂളി. വീട്ടിലെത്തും മുന്നേ ഗൗരി കണ്ടു ഉമ്മറത്ത് നിന്നുകൊണ്ട് തങ്ങളെ നോക്കുന്ന അമ്മയെ. ഒപ്പം കല്യാണിയമ്മയുണ്ട്. ആ, അമ്മൂമ്മേ, കണ്ടിട്ട് കാലം കുറി ആയല്ലോ. ഇതെപ്പോ വന്നു? ദേവന്റെ ചോദ്യം കേട്ട് ഒന്ന് വെളുക്കിനെയും ചിരിച്ചുകൊണ്ട് കല്യാണിയമ്മ അവൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്നു. ഇവരെയൊക്കെ കാണാൻ കൊതി തോന്നുമ്പോൾ വരും മോനെ. എന്തോ ചെയ്യാനാ, ഈ വയ്യാണ്ടിരിക്കുന്ന അമ്മയ്ക്ക് മകളെ ഒന്ന് കാണാൻ വേണ്ടി കയറി ഇറങ്ങി നടക്കാനാ വിധി. അവർ പറയുന്ന കേട്ട് ഒരു പുഞ്ചിരിയോടെ ദേവൻ നിന്നു. അത്താഴം കഴിക്കാൻ വേണ്ടി അവനെ ഒരുപാട് നിർബന്ധിച്ചതാണ് അമ്മായി. പക്ഷേ വേണ്ടെന്ന് പറഞ്ഞ് ദേവൻ പെട്ടെന്ന് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. തൻ്റെ മുറിയിൽ നിന്നുകൊണ്ട് ഗൗരി എത്തിവരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു നടന്നകലുന്ന ദേവനെ. അനാമികയാണത്ര ഇഷ്ടം പോലും. നാണമില്ലല്ലോ പറയാന്. അങ്ങനെ എന്തേലും ആയാലുണ്ടല്ലോ, വെച്ചേക്കില്ല രണ്ടിനെ. ശരിയാക്കും ഞാൻ. ഈ ഗൗരിയെ അറിയില്ല ദേവന്. അടുത്ത ദിവസങ്ങളിലൊക്കെ പലതവണ ഗൗരി ദേവനെ കാണുവാനായി ശ്രമിച്ചു. എന്നാൽ അവളുടെ ശ്രമങ്ങളൊക്കെ വിഫലമായി മാറി. ദേവൻ എന്തൊക്കെയോ തിരക്കുകളിലായിരുന്നു. 2 ആഴ്ചയ്ക്ക് ശേഷം ഒരു വ്യാഴാഴ്ച. ഡി പെണ്ണെ, ഇതുവരെയായിട്ടും റെഡിയായില്ലേ? പിന്നിൽ നിന്നും ഒരു വിളിയൊച്ച കേട്ടതും ഗൗരി ഞെട്ടി തിരിഞ്ഞു നോക്കി. ഉണ്ണിമായാണ്. ഒപ്പം അപ്പുവേട്ടനുമുണ്ട്. എന്ത് നിൽപ്പാടി, നേരം വൈകി. സച്ചിൻ്റെ അമ്മയച്ഛനൊക്കെ വന്നിട്ട് നിന്നെ തിരക്കുന്നുണ്ട്. ഉണ്ണി വന്നിട്ട് ഗൗരിയുടെ വലങ്കയിൽ പിടിച്ചു. വരുവാടാ, നീ ചെല്ല്. ഗൗരി, എൻ്റെ മോൾക്കവൻ നന്നായി ഇണങ്ങൂട്ടോ. ആള് സുന്ദരനാ. ഏട്ടൻ ഒരുപാട് ഇഷ്ടമായി. ഏട്ടന് മാത്രമല്ല, ഇവിടെ എല്ലാവർക്കും. അപ്പുവേട്ടൻ അവളുടെ കവളിൽ തട്ടി. ഒരു വരണ്ട ചിരി ഏട്ടന് സമ്മാനിച്ചപ്പോൾ ആള് കരുതിയത് വിവാഹം കഴിച്ചു പോകുന്നതിനുള്ള സങ്കടമാണെന്നാണ്. പക്ഷേ തൻ്റെ ഉള്ള നോവുന്നത് മാത്രം ആർക്കും തിരിച്ചറിയാൻ പോലും കഴിഞ്ഞില്ല. ഇളം മഞ്ഞ നിറമുള്ള ഒരു ചുരിദാറായിരുന്നു വേഷം. നീളൻ മുടി പിന്നി മെടഞ്ഞിട്ടു. ഒരു കുഞ്ഞി പൊട്ടും തൊട്ടു, അത്രമാത്രം.
കഴിഞ്ഞു ഒരുക്കമെല്ലാം. പതി അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അപ്പുവേട്ടനായിരുന്നു കൈക്ക് പിടിച്ച് സ്വീകരണ മുറിയിലേക്ക് കൊണ്ടുപോയത്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഗൗരിമോള്. ഏട്ടൻ ശബ്ദമുയർത്തിയതും താൻ പതിയെ അവിടെ ഇരുന്നവരെ നോക്കി. അതിസുന്ദരിയായ ഒരമ്മ. അവരുടെ നെറ്റിയിലെ വലുപ്പത്തിലുള്ള വട്ടപ്പൊട്ടിലാണ് അവളുടെ മിഴികൾ കോർത്തത്. ഗൗരിയെ കണ്ടതും അവരെഴുന്നേറ്റ് അരികിലേക്ക് വന്നു. മോളെ, സച്ചിയുടെ അമ്മയാണ്. ഇത് അച്ഛൻ, പിന്നെ അച്ചമ്മയും അമ്മാവനും. അവരായിരുന്നു എല്ലാവരെയും പരിചയപ്പെടുത്തിയത്. അവൾ അവരെയൊക്കെ നോക്കി മയത്തിലൊന്ന് ചിരിച്ചു. സച്ചിന് പെൺകുട്ടിയെ ഇഷ്ടമായപ്പോൾ തന്നെ ഞങ്ങൾ ഊഹിച്ചു ആളൊരു സുന്ദരിക്കുട്ടിയായിരിക്കുമെന്ന്. അല്ലേ നിതേ? അച്ചമ്മ പറഞ്ഞപ്പോൾ ബാക്കി എല്ലാവരും ചിരിച്ചു. ഗൗരിയോട് അച്ഛനും അമ്മയുമൊക്കെ എന്തൊക്കെയോ ചോദിച്ചു. എല്ലാത്തിനും അവൾ മുക്കിയും മൂളിയും മറുപടി കൊടുത്തു. അരമണിക്കൂർ കൂടി ഇരുന്ന ശേഷം അവർ യാത്ര പറഞ്ഞു പോയത്. ചെക്കൻ്റെ വീട്ടുകാരെയൊക്കെ എല്ലാവർക്കും ബോധിച്ച മട്ടാണ്. അപ്പേട്ടനും അച്ഛനും കൂടി വാനോളം പുകഴ്ത്തുകയാണ് അവരെയൊക്കെ. ഒപ്പം ഉണ്ണിയും അപ്പച്ചിയുമുണ്ട്. എല്ലാം ഒത്തുവന്നാൽ ഉടനെ കല്യാണം നടത്തണം. അപ്പേട്ടൻ ലീവിന് വന്ന സ്ഥിതിക്ക് രണ്ടും കൂടി നടത്താനാണ് അവരുടെയൊക്കെ തീരുമാനം. ഞാൻ ദേവൻ്റെ പെണ്ണാണ്, ദേവൻ്റെ മാത്രം. അലമുറയിടുകയാണ് അവളുടെ ഹൃദയം. മറ്റൊരാളുടെ മുമ്പിൽ തല കുനിക്കാൻ തനിക്ക് ഒരിക്കലും കഴിയില്ല. അത്രയ്ക്ക് സ്നേഹിച്ചുപോയി ദേവേട്ടനെ. തൻ്റെ മനസ്സിൽ മുഴുവനും ആ മനുഷ്യൻ മാത്രമാണ്. അവളുടെ മിഴികൾ നിറഞ്ഞു വരാൻ തുടങ്ങിയതും ഗൗരി പെട്ടെന്ന് മുറിയിലേക്ക് പോയി. അന്ന് വൈകുന്നേരം ഗൗരി അമ്പലത്തിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഉണ്ണിമായ്ക്ക് പീരീഡ്സ് ആയതുകൊണ്ട് അവൾക്ക് അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ലായിരുന്നു. അപ്പവും അച്ഛനും കൂടി ആരെയോ കാണുവാനായി പുറത്തേക്ക് പോയിരിക്കുകയാണ്. പെട്ടെന്ന് തൊഴുതു വരാമെന്ന് പറഞ്ഞ് ഗൗരി നടന്നു പോകുന്നത് നോക്കി അവളുടെ അമ്മ ഉമ്മർത്ത് നിന്നു. ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴേക്ക് ദേവനെ പലയിടത്ത് നോക്കിയെങ്കിലും ഗൗരിക്ക് കണ്ടെത്താനായില്ല. നിറഞ്ഞ മിഴികളോടെയാണ് അവൾ നാലമ്പലത്തിനുള്ളിലേക്ക് കയറിയത്. നട തുറന്നതേ ഉള്ളൂ. വാരസ്യാരോടൊരു മാല വാങ്ങിച്ച് അവൾ നടയിൽ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു. ഇരുമിഴികളും നിറഞ്ഞു തുളുമ്പി നിൽക്കുകയാണ്. അവയെ പുറത്തേക്ക് വരാൻ അനുവദിക്കാതെ ഭഗവാനെ കണ്ട് തൊഴുതു പ്രാർത്ഥിച്ച് ഗൗരി വേഗത്തിൽ വെളിയിലേക്ക് ഇറങ്ങി. സമയം 6 മണി. ജോലി കഴിഞ്ഞിട്ട് ദേവേട്ടൻ ഇപ്പോൾ മടങ്ങി വന്നിട്ടുണ്ടാകുമെന്ന് ഗൗരി ഓർത്തു. എന്തായാലും ദേവേട്ടനെ കണ്ടേ തീരൂ. തൻ്റെ മനസ്സ് ദേവേട്ടൻ്റെ മുന്നിൽ തുറന്നു കാണിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ താൻ ഹൃദയം പൊട്ടി മരിച്ചു പോകുമെന്ന് അവൾക്ക് തോന്നിപ്പോയിരുന്നു. ഗൗരിയുടെ പ്രാർത്ഥന പോലെ ദേവൻ എത്തിയിട്ടുണ്ടായിരുന്നു. മിടിക്കുന്ന ഹൃദയത്തോടെ, വിറയുന്ന കാലടികളോടെ അവൾ ദേവൻ്റെ അരികിലേക്ക് ചെന്നു. ദേവേട്ടാന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് ഗൗരി കയറി വന്നപ്പോൾ അവൻ അകത്തെ മുറിയിലാണ്. ഒരു സിഗരറ്റും പുകച്ചുകൊണ്ട് കസേരയിൽ ഇരിക്കുകയാണ് ദേവൻ. ഗൗരി വന്നതുപോലും ദേവൻ അറിഞ്ഞിരുന്നില്ല. ദേവേട്ടാ, അവൾ വീണ്ടും വിളിച്ചു. പെട്ടെന്ന് ദേവൻ എഴുന്നേറ്റു. എന്താ ഗൗരി, എന്തു പറ്റി? നീ ഒറ്റയ്ക്കാണോ വന്നത് എന്ന് ചോദിച്ചുകൊണ്ടവൻ പുറത്തേക്ക് നോക്കി. ഞാൻ ഒറ്റയ്ക്കാ വന്നേ. എനിക്ക് ഏട്ടനോട് അല്പം സംസാരിക്കാനുണ്ട്. ധൈര്യം ആവോളം സംഭരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. എന്താണെന്ന് തികഞ്ഞ ഗൗരവത്തിൽ അവൻ ചോദിച്ചു. ഇന്നെൻ്റെ പെണ്ണുകാണലായിരുന്നു. നടന്ന കാര്യങ്ങൾ മുഴുവനും അവൾ ദേവനോട് പറഞ്ഞു. പലപ്പോഴും അവൾക്ക് വാക്കുകൾ ഇടറി. ഞാൻ അറിഞ്ഞിരുന്നു. നല്ല പയ്യനാണെങ്കിൽ നോക്ക്, രണ്ടാളുടെയും വിവാഹം ഒരുമിച്ച് നടത്താലോ. ദേവൻ പറഞ്ഞതും അവൾ ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ദേവേട്ടന് എന്നെ ഇഷ്ടമല്ലേ? പെട്ടെന്ന് അവൾ ചോദിച്ചതും ദേവൻ ചെറുതായി ഒന്ന് പരിങ്ങി. ഞാൻ വിചാരിച്ചത് ദേവേട്ടന്. ബാക്കി പറയാനാവാതെ അവളുടെ മിഴികൾ നിറഞ്ഞു തൂവി. വേണ്ടാത്ത ചിന്തകളൊക്കെ എടുത്ത് കളയാൻ നോക്ക് ഗൗരി. ആ ചെറുക്കൻ നല്ലതാണെങ്കിൽ ആലോചിച്ച് കല്യാണം നടത്തിവിടാൻ പറയാം. അല്ലാണ്ട് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങോട്ട് കയറി വരരുത്. ദേവൻ ഇത്തിരി ദേഷ്യത്തിൽ പറഞ്ഞു. ദേവേട്ടൻ ഒരിക്കൽ പോലും എന്നെ സ്നേഹിച്ചിട്ടില്ലേ? ഗൗരി ദേവൻ്റെ അരികിലേക്ക് അല്പം നീങ്ങി നിന്നു. എന്നിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. നീ എന്തു വർത്താനാണ് ഈ പറയുന്നേ? നമ്മൾ തമ്മിൽ അതൊന്നും ശരിയാവില്ല ഗൗരി. നീ വീട്ടിലേക്ക് പോകാൻ നോക്ക്. നേരം സന്ധ്യയാവുന്നു. അവൻ ധൃതി വെച്ചു. ഞാനാണ് പൊട്ടി, വെറും ഒരു പൊട്ടി. എൻ്റെ പ്രാണനോളം നിങ്ങളെ സ്നേഹിച്ചു പോയി. നിങ്ങളെ അല്ലാതെ മറ്റൊരാളുടെ മുൻപിൽ താലിക്കായി തലകുനിച്ച് നിൽക്കില്ലെന്ന് ശപഥമെടുത്ത് നടന്ന ഞാൻ വെറും ഒരു പൊട്ടി പെണ്ണാണ്. എപ്പോഴേക്കും മോഹിച്ചു പോയി. ദേവൻ്റെ പെണ്ണായി തറവാട്ടിലേക്ക് കയറി വരുന്നത് സ്വപ്നം കണ്ടുപോയി. ഒക്കെ എൻ്റെ തെറ്റ്, എൻ്റെ മാത്രം തെറ്റ്. കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട്
അവൾ പുറത്തേക്ക് ഓടിയിറങ്ങിപ്പോയി. ഗൗരിയെന്ന് വിളിച്ചുകൊണ്ട് ദേവൻ പിന്നാലെ ചെന്നപ്പോഴേക്കും അവൾ പാടവരമ്പത്തൂടെ ഓടി അകലുന്നുണ്ടായിരുന്നു. നിനക്ക് എന്താ പറ്റിയേ? കാര്യം പറമോളെ. സുമലതയും അപ്പുവുമൊക്കെ ഗൗരിയുടെ അരികിലായി വന്നിരിക്കുകയാണ്. ആരോടൊരു അക്ഷരം പോലും പറയാതെ അവൾ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതെ ഒരേ ഇരിപ്പ്. അപ്പു പല കുറി ചോദിച്ചു നോക്കി. അപ്പു മാത്രമല്ല, ഉണ്ണിമായും വന്നു. നിനക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ലെങ്കിൽ നമുക്കത് വേണ്ടെന്ന് വയ്ക്കാം. അല്ലാണ്ട് ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഇനി നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ തുറന്നു പറയേ. ഈ അപ്പോട്ടും നടത്തിത്തരാം നിങ്ങളുടെ വിവാഹം. അപ്പു വന്നിട്ട് അനീത്തിക്കുട്ടിയുടെ തോളത്ത് പിടിച്ചു. എനിക്കിപ്പോൾ കല്യാണം വേണ്ട. ആർക്കും ഒരു ഭാരമാവാതെ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കഴിഞ്ഞോളാം. ദേവി ഇത് ഇവിടെ തുടരാൻ എന്നെ അനുവദിച്ചു തന്നാൽ മാത്രം മതി. തൻ്റെ മുൻപിലിരുന്ന് ഇരു കൈകളും കൂപ്പിക്കൊണ്ട് പറയുന്ന അനുജത്തിയെ പകപ്പോടെയാണ് അപ്പു നോക്കിയത്. മോളെ, നീ എന്താ ഇങ്ങനെ പറയുന്നേ? നീ ഞങ്ങൾക്ക് ഭാരമാകുന്നോ? ഇവിടെ ആരും ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത കാര്യങ്ങളാണ് അതൊക്കെ. നിനക്ക് എന്താ മോളെ പറ്റിയേ? അപ്പോൾ ചോദിച്ചതും അവനെ കെട്ടിപ്പിടിച്ച് ഗൗരി കരയുകയായിരുന്നു. കാര്യങ്ങളെല്ലാം പറയാമെന്നും തനിക്ക് കുറച്ച് സമയം വേണമെന്നും പറഞ്ഞ് അവൾ അപ്പുവിനെ മുറിയിൽ നിന്ന് പറഞ്ഞയച്ചു. അപ്പുവാണ് സച്ചിയുടെ വീട്ടിൽ വിളിച്ചിട്ട് വിവാഹത്തിന് താല്പര്യമില്ലെന്നുള്ള കാര്യം പറഞ്ഞത്. പെട്ടെന്ന് കേട്ടപ്പോൾ അവർക്ക് സങ്കടമായി. എന്നാലും അപ്പു അവരോട് സ്ട്രോങ് ആയിട്ട് തന്നെ തങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുകയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നീടവർ എതിർത്തൊന്നും പറയാനും നിന്നില്ല. ഗൗരിക്ക് എന്താണ് പറ്റിയതെന്ന് ഇരു കുടുംബങ്ങളിലും ചർച്ച നടന്നു. പക്ഷെ അവളുടെ ഉള്ളിൽ ദേവനാണെന്നുള്ള കാര്യം സ്വപ്നത്തിൽ പോലും ആരും കരുതിയിരുന്നില്ല. ഗൗരി മുറിക്കുള്ളിൽ തന്നെ ചടഞ്ഞുകൂടി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും അവൾ പുറത്തേക്ക് ഇറങ്ങാൻ പോലും കൂട്ടാക്കിയില്ല. അപ്പുവിനാണെങ്കിൽ ലീവ് തീരാറുമായി. ഉണ്ണിമായുടെ അപ്പുവിൻ്റെ വിവാഹത്തീയതി കുറിപ്പിച്ചുകൊണ്ട് കൃഷ്ണനും ഭാനുമതിയും എത്തി. ചാർത്ത് കൈമാറാൻ ദേവേട്ടനും നിർബന്ധമായി വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി ബഹളം കൂട്ടി. ഒടുവിൽ വേറെ നിവൃത്തിയില്ലാതെ ദേവനും വന്നിരുന്നു. അകത്തെ സ്വീകരണമുറിയിലിരിക്കുമ്പോഴും അവൻ്റെ മിഴികൾ മറ്റാരോ തിരിയുന്നത് അപ്പുവിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. 1 മണിക്കൂറോളം കഴിഞ്ഞിട്ടും ഗൗരിയെ മുറിയിൽ നിന്ന് പുറത്തേക്ക് കാണാതെ വന്നപ്പോൾ ഒടുവിൽ അവൾ എവിടെ പോയിന്ന് ദേവൻ അപ്പുവിനോട് ചോദിച്ചു. എന്താണെന്നറിയില്ല, ഞങ്ങളാരും ചോദിച്ചിട്ട് കാര്യങ്ങളൊന്നും പറയുന്നുമില്ല. ഗൗരിയുടെ മനസ്സിൽ മറ്റെത്തെങ്കിയോ ഉണ്ട് ദേവ. പറഞ്ഞപ്പോൾ അപ്പുവിന് സങ്കടം വന്നു. എന്താ പറ്റിയെന്ന് ദേവൻ ചോദിച്ചപ്പോഴാണ് ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെ അപ്പു അവനോട് പറഞ്ഞത്. സത്യത്തിൽ ദേവനോർത്തത് ഗൗരിയുടെയും സച്ചിയുടെയും വിവാഹം ഈ കൂടെ കാണുമെന്നാണ്. എന്നാൽ അപ്പുവിൽ നിന്നറിഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ താൻ ഗൗരിയെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ദേവൻ അവളുടെ മുറിയിലേക്ക് പോയി. ദേവൻ്റെ മുഖഭാവം കണ്ടപ്പോൾ അപ്പുവിൻ്റെ മനസ്സിലും എന്തൊക്കെയോ തോന്നലുകൾ പോലെ വന്നു. ഇത്രയ്ക്ക് നെർവസ് ആയിട്ട് അപ്പു ഒരിക്കൽ പോലും ദേവനെ കണ്ടിരുന്നില്ല. അപ്പുവിൻ്റെ നെറ്റി ചുളിഞ്ഞു. എന്താ മോനെന്ന് ചോദിച്ചുകൊണ്ട് ഭാനുമതി അപ്പുവിൻ്റെ അടുത്തേക്ക് വന്നു. ദേവൻ എവിടെ പോയി? അവൻ ഗൗരിയെ കാണാനായി കയറിപ്പോയതാണ്. ഈ കല്യാണമൊക്കെ കഴിയുമ്പോഴേക്കും ഗൗരിയുടെ സ്വഭാവത്തിൽ മാറ്റം വരും. ഉണ്ണി വന്നു കഴിഞ്ഞാൽ അതാണ് എൻ്റെ പ്രതീക്ഷ. അതെ, അപ്പുവും അത് ശരിവെച്ചു. എന്നാലും അവൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സംശയങ്ങൾ വീണ്ടും മുളപൊട്ടി. ഈ സമയത്ത് ദേവൻ ഗൗരിയുടെ മുറിയുടെ വാതിലിൽ വന്ന് പതിയെ കൊട്ടി. അകത്തു നിന്നും മറുപടിയൊന്നും കിട്ടാതെ വന്നപ്പോൾ അവൻ ഡോർ തുറന്നു. കട്ടിലിരിക്കുവാണ് ഗൗരി. മുട്ടിന്മേൽ മുഖം പൊഴുത്തി ഇരിക്കുന്നവളുടെ അരികിലേക്ക് ദേവൻ വാതിൽ ചാരിയിട്ട ശേഷം നടന്നു വന്നു. ഗൗരി, ദേവൻ്റെ ശബ്ദം കേട്ട് അവൾ മുഖമുയർത്തി. ആകെ കോലം കെട്ട് പോയിരിക്കുന്നു പെണ്ണ്. അവളെ കണ്ടതും ദേവന് പോലും ഞെട്ടലായിരുന്നു. സദാ നേരവും പുഞ്ചിരിയോടെ പാറിപ്പറന്ന് നടന്നിരുന്ന പെൺകിടാവ് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവൾ അടിമുടി മാറിപ്പോയിരിക്കുന്നു. ദേവനെ കണ്ടതും ഗൗരി കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റു. നീ എന്താ ഇങ്ങനെ മുറിയിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കുന്നേ? ഞങ്ങളൊക്കെ വന്നത് നീ കണ്ടില്ലേ? ദേവൻ ചോദിച്ചതും അവൾ അവൻ്റെ മുഖത്തേക്ക് കണ്ണു നട്ടു. കുറച്ച് ദിവസം കൂടി തൻ്റെ പ്രാണൻ്റെ മുഖം ഒന്ന് കണ്ടപ്പോൾ അവളുടെ മിഴികളിൽ ഒരു നീർത്തിളക്കം. ദേവേട്ടൻ എപ്പോൾ വന്നേ? എനിക്കൊരു തലവേദന പോലെ. ഉണ്ണിയുണ്ടോ? അവൾ മുഖത്ത് ഒരു പുഞ്ചിരിയൊക്കെ വരുത്തിക്കൊണ്ട് ദേവനെ നോക്കി ചോദിച്ചു. ഞങ്ങൾ വന്നിട്ട് മണിക്കൂർ 1 കഴിഞ്ഞു. ഇതുവരെയായിട്ടും നീ എന്താ ഇറങ്ങി വരാതിരുന്നത്? അവൻ്റെ ശബ്ദത്തിൽ ദേഷ്യം കലർന്നു. ഞാൻ അറിഞ്ഞില്ല. പിന്നെ ഒരു തലവേദന പോലെ. ഗൗരി ജാലക വിടവിലൂടെ പുറത്തേക്ക് കണ്ണു നട്ടാണ് പറയുന്നത്. ഞാനൊരു തെമ്മാടിയാ. കള്ളു കുടിക്കും.
കൂട്ടുകാരുമായി കമ്പനി കൂടും. അല്പസ്വല്പം എല്ലാ പരിപാടിയും ഉണ്ട്. അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ സമ്മതമാണെങ്കിൽ കൂടെ കൂട്ടാൻ ഞാൻ റെഡിയാണ്. ഇനി ഇതിൻ്റെ പേരിൽ ഇങ്ങനെ മുറിക്കുള്ളിലിരുന്ന് നേരം വെളുപ്പിക്കണ്ട. ദേവൻ്റെ എങ്ങും തൊടാതെയുള്ള സംസാരം കേട്ടതും ഗൗരി ശ്വാസം എടുക്കാൻ മറന്നുകൊണ്ട് അവനെ നോക്കി. നല്ലൊരു ജീവിതം കിട്ടിക്കോട്ടെ എന്ന് കരുതിയപ്പോൾ അവൾക്ക് സമ്മതമല്ല. മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞു കൊടുത്തതാ. എന്നിട്ടും അവൾക്ക് വേണ്ടെങ്കിൽ പിന്നെ എനിക്കെന്തിനാണ്? ദേവൻ പിന്നെയും പറഞ്ഞു. അപ്പോഴും സ്തംഭിച്ചു നിൽക്കുവാണ് ഗൗരി. ഇനി അവളുടെ വിഷമത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കാരണക്കാരൻ ഞാനാണെന്നറിയുമ്പോൾ എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാവോ? ആ, എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. അല്ലാണ്ട് വേറെ നിവൃത്തിയില്ലല്ലോ. ഇതിപ്പോൾ ചുറ്റിയ പാമ്പ് കടിച്ചേ പോകുന്ന അവസ്ഥയാണ്. ദേവൻ പതിയെ ഒന്ന് മുഖം തിരിച്ചു നോക്കിയതും ഗൗരിയുടെ മിഴികൾ നിറഞ്ഞൊഴുകുകയാണ്. എൻ്റെ മക്കളെ പെറ്റുവളർത്താൻ നിനക്ക് സമ്മതമാണോടി? ദേവൻ്റെ ചോദ്യം കേട്ടതും കാറ്റുപോലെ വന്നിട്ട് അവൾ അവനെ ഇറുക്കി പുണർന്നു. ദേവേട്ടാന്ന് വിളിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ച് ഗൗരി പൊട്ടിക്കരഞ്ഞു. സ്നേഹിച്ചു പോയി ദേവേട്ട, ഒരുപാട് സ്നേഹിച്ചു പോയി. ഈ തെമ്മാടിയാണ് ഗൗരിയുടെ ഹൃദയത്തുടിപ്പ്. മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും എനിക്കാവില്ല. അങ്ങനെ വന്നാൽ പിന്നെ ഗൗരി ഈ ലോകത്ത് കാണില്ല. നെഞ്ചു പൊട്ടി പറയുകയാണവൾ. എൻ്റെ ദേവേട്ടനെ എനിക്കെൻ്റെ ജീവനാ, വേറെ ആരും വേണ്ട, എനിക്ക് വേണ്ട. പിന്നെയും അവൾ കരഞ്ഞു. അപ്പോഴേക്കും ദേവൻ്റെ ഇരു കൈകളും അവളെയും പുണർന്നിരുന്നു. അവൻ്റെ അതരം അവളുടെ നെറുകയിൽ അമർന്നതും ഗൗരി ഇത്തിരി കൂടി ബലത്തിൽ ദേവനെ കെട്ടിപ്പിടിച്ചു. വിട്ടുകൊടുക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, എന്നേക്കാൾ എന്തുകൊണ്ടും യോഗ്യതയുള്ളൊരു പയ്യനാണ് നിൻ്റെ അരികിൽ വന്നതെന്ന് കേട്ടപ്പോൾ നിൻ്റെ സന്തോഷം മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ടല്ലേ നിന്നോടന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത്. ഒന്നും വേണ്ട, ആരുടെയും പണവും പത്രാസും പദവിയും ഒന്നും കണ്ട് മയങ്ങി വീഴുന്നവളല്ല ഈ ഗൗരി. എൻ്റെ ദേവേട്ടൻ്റെ കൂടെ കഴിഞ്ഞാൽ മാത്രം മതി. ദേവേട്ടൻ്റെ നെഞ്ചിലെ ചൂട് അതുമാത്രം മതി ഗൗരിക്ക് ഇനിയുള്ള കാലത്തോളം. അവളും തൻ്റെ പെരുവിരൽ ഒന്ന് നിലത്തേക്ക് ഊന്നി ഉയർന്നുകൊണ്ട് ദേവൻ്റെ കവിളിലും ചുംബിച്ചു. ചൂട് മാത്രം തന്നാൽ പറ്റില്ല കേട്ടോ, വേറെ പലതും വേണ്ടി വരും. അവൻ്റെ ചൊടികളിൽ കുസൃതി. പെട്ടെന്ന് അവൾ ദേവനിൽ നിന്നും പിടഞ്ഞു മാറി. എന്നിട്ട് നെറ്റി കൂർപ്പിച്ചുകൊണ്ട് അവനെ നോക്കി. ഇതിനിടയിൽ ഇങ്ങനൊരു ചരടുവലി നടക്കുന്ന കാര്യം ഒരു മനുഷ്യരറിയാതെ പോയി. അതുകൊണ്ടല്ലേ സംഗതി ഇത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആയത്. മിണ്ടാപ്പൂച്ച കലോടയ്ക്കൊന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പം ശരിയായി. അകത്തേക്ക് കയറുവന്ന അപ്പു താടിക്ക് കയ്യും കൊടുത്ത് പറഞ്ഞതും ഞെട്ടലോടെ ദേവനും ഗൗരിയും അവിടേക്ക് നോക്കി. അപ്പുവിൻ്റെ പിന്നാലെ എല്ലാവരും ഉണ്ടായിരുന്നു. നിന്നോട് എത്ര തവണ ചോദിച്ചു മനസ്സിലാരെങ്കിലും ഉണ്ടോന്ന്? ഒരക്ഷരം മിണ്ടിയോ? കഴിക്കാനും വേണ്ട, കുടിക്കാനും വേണ്ട, കുളിയില്ല, ജപമില്ല. മുറിക്കുള്ളിൽ പൂട്ടിക്കെട്ടിയിരുന്നു. സുമലത വന്നിട്ട് മകളുടെ നേർക്ക് കയ്യോങ്ങിയതും ദേവൻ അവളെ പിടിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്തു. പോട്ടെ, ഇനി ആരും ഇതൊന്നും പറഞ്ഞ് ഇവളെ വിഷമിപ്പിക്കണ്ട. എൻ്റെ പെണ്ണിനെ കൊണ്ട് താമസിയാതെ ഞാൻ പോയിക്കോളാം. ദേവൻ പുഞ്ചിരിയോടെ പറഞ്ഞതും എല്ലാ മുഖങ്ങളിലും സന്തോഷം നിറഞ്ഞു. ആ പിന്നെ, എൻ്റെ മോള് തറവാട്ടിലേക്കാണ് വരുന്നത്, അല്ലാണ്ട് നീ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ഥലത്തേക്ക് ഇവളെ കൊണ്ടുപോകാമെന്ന് കരുതണ്ട കേട്ടോ. ഭാനുമതി പറഞ്ഞതും ദേവൻ്റെ മുഖം ചെറുതായി ഇരുണ്ടു. അതെ അതെ ദേവ, ഇനി ഒറ്റയ്ക്കുള്ള താമസമൊക്കെ നിർത്തിക്കോ. ഉണ്ണിമായ കൂടി പോന്നാലേ ആ വീട്ടിൽ ഞങ്ങൾ 2 അനാഥജന്മങ്ങൾ മാത്രമാകുമല്ലോ എന്ന് കരുതി വിഷമിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഏറെ പ്രിയപ്പെട്ടവളെ തന്നെ മരുമകളായി കിട്ടുന്നത്. വാത്സല്യത്തോടെ കൃഷ്ണൻ ഗൗരിയുടെ നെറുകയെ തഴുകി. ദേവൻ എന്തോ പറയാനായി തുടങ്ങിയതും പെട്ടെന്ന് ഗൗരി അവനെ നോക്കി മിഴികൾ അടച്ചു. ഒപ്പം ഒന്നും പറയരുതേ എന്നൊരു യാചനയും. അങ്ങനെ ആരവങ്ങളുടെയും ആർപ്പുവിളികളുടെയും അകമ്പടിയോടെ ഉണ്ണിമായ അപ്പുവിൻ്റെയും ഗൗരി ദേവൻ്റെയും സ്വന്തമായി. ചിങ്ങമാസം 7-ാം തീയതി ഉണ്ണിമായുടെ അപ്പുവിൻ്റെയും വിവാഹമായിരുന്നു. അത് കഴിഞ്ഞ് 7-ാം നാൾ ഗൗരിയുടെയും ദേവൻ്റെയും വിവാഹം നടന്നു. ഭാനുമതിയും കൃഷ്ണനും ആഗ്രഹിച്ച പോലെ ദേവൻ്റെ കൈപിടിച്ച് ഗൗരി തറവാട്ടിലേക്കാണ് വന്നത്. നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഭാനുമതി അവളെ പിടിച്ചു കയറ്റിയത്. തൻ്റെ മകൻ്റെ ഈ മാറ്റത്തിന് പിന്നിൽ ഗൗരിയാണെന്നുള്ളത് ഭാനുവിനും കൃഷ്ണനും വ്യക്തമായിട്ട് അറിയായിരുന്നു. ഉണ്ണിമായി അപ്പുവൊക്കെ ഉണ്ട്. ഉണ്ണി രാത്രിയിലാണത്രേ മടങ്ങുന്നത്. അടുത്ത ദിവസം കാലത്തെ അപ്പുവിനോടൊപ്പം അവൾ ദുബായിലേക്ക് പോവാണ്. പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് വൈകാതെ തന്നെ അവർ യാത്ര പറഞ്ഞ് അപ്പുവിൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. പുളി ഇലക്കര സെറ്റുമുണ്ടൊടുത്ത്
ചുരുണ്ടിടതൂർന്ന മുടിയിൽ മുല്ലപ്പൂ ചൂടി, വിടർന്ന മിഴികളിൽ കരിമഷി എഴുതി, നെറ്റിയിൽ വട്ടപ്പൊട്ടും നെറുകയിൽ സിന്ദൂരവും അണിഞ്ഞ് ദേവന്റെ മുൻപിലേക്ക് കയറി വന്നപ്പോൾ ഗൗരിക്ക് ആകപ്പാടെ ഒരു പേടിയും വിറയലും. പെണ്ണിൻ്റെ മുഖത്തെ ഭാവങ്ങൾ കണ്ടുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ നിൽക്കുവാണ് ദേവൻ. അവൾ കൊണ്ടുവന്നു കൊടുത്ത പാല് വാങ്ങി മേശമേൽ വെച്ചിട്ട് തൻ്റെ പെണ്ണിൻ്റെ തുടുത്ത മുഖം അവൻ കൈക്കുമ്പിളിലെടുത്തു. എന്തുപറ്റി? പേടിയാണോ നിനക്കെന്നെ? പ്രണയാർദ്രമായ അവൻ്റെ ശബ്ദം കേട്ട് പിടയിലൂടെ അവൾ മിഴികൾ ഉയർത്തി. എന്തു പറ്റി? എൻ്റെ ഗൗരിക്കുട്ടിയുടെ നാവ് കാക്ക കൊത്തിക്കൊണ്ടുപോയോ? ദേവൻ ചോദിച്ചതും പെണ്ണവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ആ രാത്രി അവൻ്റെ പ്രണയ ചുംബനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തൻ്റെ മേനിയിലൂടെ ഉഴറി നടന്നവനിൽ തളർന്നു വീണുകൊണ്ട് അവനിലെ പാതിയിൽ സമ്പൂർണ്ണയായി ആ നെഞ്ചോട് ചേർന്ന് കിടന്നപ്പോൾ ഗൗരിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം തിരതല്ലുകയായിരുന്നു. ഒടുവിൽ എല്ലാ അർത്ഥത്തിലും തൻ്റെ ദേവേട്ടൻ്റെ പെണ്ണായല്ലോ എന്നോർത്തുകൊണ്ട് അവൻ്റെ നഗ്നമായ നെഞ്ചിൽ അവൾ മുഖത്തെല്ലാം ചേർത്തു. തൻ്റെ പെണ്ണിനെ കരവലയത്തിലാക്കി കിടക്കുമ്പോൾ ഒരിക്കലും തങ്ങൾ വേർപെട്ടു പോകരുത് എന്നൊരു പ്രാർത്ഥന മാത്രമായിരുന്നു ദേവൻ്റെ ഉള്ളിലും. ശുഭം. ഇഷ്ടമായോ ആവോ? ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി കമൻറ്റ് നൽകണേ. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സപ്പോർട്ട് തരണേ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ. താങ്ക് യു.